അടിയന്തരാവസ്ഥയായിട്ടുള്ള കമ്പാരിസൺ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഈ അടിയന്തരാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ ഒരു ചെറിയ കാലം, 3 വർഷത്തിന് താഴെ മാത്രമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാമചന്ദ്ര ഗുഹ പറഞ്ഞ ഒരു സമ്മറിയാണ്. അതായത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ എക്സസ്സുകളും ഉണ്ടായെങ്കിലും അവർക്ക് ഇതിനകത്തുനിന്ന് തിരിച്ചു വരണം എന്നും ഈ സൊസൈറ്റിയുടെ റെസ്പെക്റ്റ് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ അവരെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ആസ്പിറേഷൻ അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അത് പിന്നീട് വിഡ്രോ ചെയ്യുകയും ഇലക്ഷന് പോവുകയൊക്കെ ചെയ്തത്. അവർക്ക് എപ്പോഴും റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആക്കുക, നിങ്ങൾ ഒപ്രസ് ചെയ്യുക, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളിടത്ത് യാതൊരു പ്രശ്നമില്ല. അവർക്ക് മുമ്പ് പ്രമേഷ് പറഞ്ഞതുപോലെ ഒരു ലാപ്ഡോഗ് മീഡിയ ക്രിയേറ്റ് ചെയ്യുക. ഈ ലാപ്ഡോഗ് മീഡിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കുമുള്ള പ്രൊഫഷണൽ ജേർണലിസ്റ്റുകൾ ഈ ഫീൽഡിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജഗോപാലിനെ എനിക്ക് ചെറുപ്പം പോലെ അറിയാം. രാജഗോപാൽ ഒരു എൻറ്റയർ ലൈഫ് ജേർണലിസ്റ്റിന് വേണ്ടി പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. അതായത് ഫുൾ ലൈഫ്. ഇപ്പോൾ മേ ബി ഒരു 8-9 മണിക്കൂർ ഒഴികെ. ആ രാജഗോപാലിന് പോലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ അതും ഈ ടെലിഗ്രാഫ് എന്നുള്ള പേപ്പർ നമ്മൾ എല്ലാ കാലവും കണ്ടിട്ടുള്ളത് പ്രോഗ്രസീവായിട്ടുള്ള പേപ്പറാണ്. ഇത്തരം കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ്. അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു. മീഡിയ എന്ന് പറയുന്നത് ഒരു നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷനായിട്ടിരുന്ന ഒരു സാധ്യത കുറഞ്ഞു വരികയാണ്. പക്ഷെ അതേസമയം ഇതിനകത്തുള്ള വേറൊരു റിസ്ക് എന്ന് പറയുന്നത് ഈ മെയിൻ സ്ട്രീം മീഡിയ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു അഡ്ജങ്ക്റ്റ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കള്ളം പ്രചരിപ്പിച്ച് നമുക്ക് വിജയിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുതിയ സർക്കാരുകൾ വന്നതിന് പുതിയ സർക്കാർ ഇപ്പോൾ രണ്ട് ടേം കഴിഞ്ഞു. വന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത ഓൺലൈൻ മാധ്യമങ്ങൾ വലിയ പ്രചാരം ഉള്ള മാധ്യമങ്ങളായി മാറിയിരിക്കുകയാണ്. അവർ പ്രചരിപ്പിക്കുന്നത് ശരിക്കും കള്ളങ്ങളും ഹാഫ് ട്രൂത്തുകളുമാണ്. നമ്മൾ ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന സാധനം, സത്യാനന്തര കാലം എന്ന് പറയുന്നത് ശരിക്കും ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒരു അപകടം ഈ മെയിൻ സ്ട്രീം മാധ്യമം സൈലൻ്റ് ആകുന്ന അതേ സമയം തന്നെ ഈ പോസ്റ്റ് ട്രൂത്ത് മാധ്യമം, കള്ളം പ്രചരിപ്പിക്കുന്ന മാധ്യമം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നാഷണൽ ലെവലിൽ സംഭവിക്കുന്ന അതേ തരത്തിലുള്ള ഈ കുപ്രചരണ മാധ്യമങ്ങൾ ഈ റീജിയണൽ അടിസ്ഥാനത്തിലും അതും ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിലും ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. തമിഴ്നാട് ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ അടിയന്തരാവസ്ഥയുടെ കാലം പറഞ്ഞപ്പോൾ ക്രിയേറ്റീവായിട്ട് ഈ പത്രപ്രവർത്തനം ഉപയോഗിച്ചാണ് കരുണാനിധി. അദ്ദേഹം ആ കാലത്ത് ഇതുപോലെ ഡയറക്റ്റായിട്ട് എഴുതാതെ ഫിഗറേറ്റീവായിട്ട് അദ്ദേഹത്തിന് ഈ DMK പ്രവർത്തകർക്ക് കടിതം എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കടിതം എന്ന് പറഞ്ഞാൽ ലെറ്റർ ഈ മുരസലി പേപ്പറിൽ എഴുതുമ്പോൾ അതിനകത്ത് മുഴുവൻ ഈ സർക്കാരിൻ്റെ സെൻസർഷിപ്പിനെ മറികടന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കയ്യിലുള്ള അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈവൻ കേരളത്തിൽ പോലും ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ കേരളത്തിലെ പല മാധ്യമപ്രവർത്തകരും 2 ലെവലിലും അനുഭവിക്കുന്നെങ്കിലും നമ്മുടെ ഇവിടുത്തെ ലെഗസി മാധ്യമങ്ങൾ ഇപ്പോഴും വളരെ റോബസ്റ്റായിട്ട് ഇതിനെതിരായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്.